റിട്ടയർമെന്റിന് ശേഷം ജീവനക്കാരുടെ മുന്നിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നുള്ളത് റിട്ടയർമെന്റ് ആനുകൂല്യം കൊണ്ട് എങ്ങനെ ഒരു മികച്ച വരുമാനം നേടാം എന്നുള്ളതാണ്. പലപ്പോഴും റിട്ടയർമെന്റ് തുക കൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം, ഗൃഹനിർമ്മാണം തുടങ്ങിയവ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം അവശേഷിക്കുന്നത് കൊണ്ട് ഒരു മികച്ച മാസ വരുമാനം അല്ലെങ്കിൽ പെൻഷന് തുല്യമായ ഒരു തുക എങ്ങനെ നേടിയെടുക്കാം, അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ പലർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കാണുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റ് തുകയിൽ നിന്ന് പെൻഷന് തുല്യമായൊരു തുക മാസം തോറും കിട്ടേണ്ടതുണ്ട്. അതെങ്ങനെ നേടിയെടുക്കാം? അതിന് പല മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് 50 ലക്ഷം രൂപയാണ് ഒരാൾക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യം ലഭിച്ചതെന്ന് കരുതുക. അയാൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനില്ല. 25 ലക്ഷം രൂപ കുട്ടികളുടെ വിവാഹം, അതേപോലുള്ള എമർജൻസി ആവശ്യങ്ങൾക്ക് നീക്കിവെക്കുക. ബാക്കി അവശേഷിക്കുന്ന 25 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ ഒരു മികച്ച മാസ വരുമാനം അല്ലെങ്കിൽ പെൻഷന് തുല്യമായ ഒരു തുക നേടിയെടുക്കാം? അതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്നുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ്. മാസ വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമുക്ക് ഈ തുക നിക്ഷേപിക്കാം. ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് 6.6 തൊട്ട് 7% വരെ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന ഈ 7% നമ്മളുടെ ദൈനംദിന ജീവിതത്തിന് ഒട്ടും തികയുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഈ ലഭിക്കുന്ന പലിശയിൽ നിന്ന് ഇൻകം ടാക്സ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന തുക നാമമാത്രമായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കിട്ടുന്ന റിസർവ് ബാങ്കിൻ്റെ കൺട്രോളിലുള്ള അർബൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുക. അർബൻ ബാങ്കുകളിൽ 8% വരെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും പ്രശ്നം ഈ പലിശയിൽ നിന്ന് ഇൻകം ടാക്സ് പിടിക്കും. പിന്നെയുള്ളത് നമ്മുടെ മുന്നിലുള്ളൊരു വഴിയെന്ന് പറയുന്നത് വില്ലേജ് കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. വില്ലേജ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പലയിടത്തും 9% പലിശ വരെ കിട്ടുന്നുണ്ട്. നിക്ഷേപ സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് പലരും സീനിയർ സിറ്റിസന് 9% വരെ പലിശ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മിക്കവരുടെയും നിക്ഷേപം സുരക്ഷിതവുമാണ്. ഇവിടെ നിക്ഷേപത്തിന് ലഭിക്കുന്ന തുകയിൽ നിന്ന് ഇൻട്രസ്റ്റ് ടാക്സ് കട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ബാങ്ക് എഫ് ഡിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്തു തന്നെയായാലും അത് 10% താഴെയാണ്. നമുക്ക് വേണ്ടത് 12% മേൽ റിട്ടേൺ കിട്ടുന്ന ഒരു നിക്ഷേപ മാർഗമാണ്. ഇനി അവശേഷിക്കുന്ന നിക്ഷേപ മാർഗം എന്നുള്ളത് പല NBFCയുടെയും NCDs ആണ്. NCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നാണ്. അതായത് ഓഹരി ആക്കി മാറ്റാൻ പറ്റാത്ത കടപ്പത്രങ്ങളാണ് NCD എന്ന് പറയുന്നത്. ഈ NCDയിൽ നമ്മൾ നിക്ഷേപിക്കണമെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം. ആ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിവിധ കമ്പനികളുടെ NCD അപ്ലൈ ചെയ്യാം. NCD തരുന്ന സ്ഥാപനങ്ങളെന്ന് പറയുന്നത് കേരളത്തിൽ മുത്തൂറ്റുണ്ട്, മുത്തൂറ്റ് ഫിനാൻസ് ഉണ്ട്, മിനി മുത്തൂറ്റുണ്ട്, കൊസവറ്റ ഫിനാൻസ് ഉണ്ട്. ഇങ്ങനെ പല NBFCകളും പല സമയത്തും NCD ഇറക്കുന്നുണ്ട്. ആ NCD അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8% തൊട്ട് 10%, മാക്സിമം 11% തരുന്ന പല NCDകളും ഉണ്ട്. ഇവിടെയും കിട്ടുന്ന പലിശയിൽ നിന്ന് ഇൻകം ടാക്സ് പലപ്പോഴും കട്ട് ചെയ്യുന്നതായിരിക്കും. NCDs താരതമ്യേന സുരക്ഷിതമാണ്. കേരളത്തിലുള്ള ഒരു NBFCയുടെയും NCD ഇതുവരെ പൊളിഞ്ഞു പോയിട്ടില്ല. പിന്നെ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന പെൻഷൻ കിട്ടാനുള്ള മറ്റൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവിധ പെൻഷൻ നൽകുന്ന കമ്പനികളുടെ പെൻഷൻ പ്ലാനിൽ അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ്. ഏതൊക്കെ കമ്പനികളാണ് പെൻഷൻ പ്ലാൻ ഇറക്കുന്നതെന്ന് നമുക്ക് നോക്കാം. LIC ഇറക്കുന്നുണ്ട് പെൻഷൻ പ്ലാന്. LICയുടെ ന്യൂ ജീവൻ ശാന്തി എന്ന് പറയുന്ന പോളിസി പെൻഷൻ പ്ലാനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഈ ന്യൂ ജീവൻ ശാന്തി തരുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 7% ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്.
എപ്പോഴൊക്കെ ഒരു കമ്പനി ഗ്യാരണ്ടി ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കുറവായിരിക്കും. അതുപോലെ SBIയുടെ ന്യൂ സ്മാർട്ട് ആനുവിറ്റി പ്ലസ് ഉണ്ട്, അതൊരു പെൻഷൻ പ്ലാനാണ്. ഈ പെൻഷൻ പ്ലാന്റെയും ഏകദേശം റിട്ടേൺ 7% അടുത്താണ്. അതുപോലെ തന്നെ ICICI പ്രൊഡൻഷ്യലിൻ്റെ ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനുണ്ട്. അതുപോലെ തന്നെ HDFC ലൈഫിൻ്റെ ഗ്യാരണ്ടീഡ് പെൻഷൻ പ്ലാനുണ്ട്. ഈ പറഞ്ഞ 4 പെൻഷൻ പ്ലാനും ഏകദേശം ഒരു 7% അടുത്തുള്ള റിട്ടേൺ ആണ് നമുക്ക് തരുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി നമുക്ക് ലഭിക്കുന്നത് ലെസ് ദാൻ 6% ആയിരിക്കും. ലെസ് ദാൻ 7% ആയിരിക്കും. പക്ഷേ നമുക്ക് അതൊരു മികച്ച റിട്ടേൺ അല്ല. പിന്നെ മികച്ച റിട്ടേണിന് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അവിടെയാണ് SWPയുടെ പ്രസക്തി. SWP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമുക്കെല്ലാവർക്കും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പരിചിതമാണ്. ആ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു മാസം ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നു. ഉദാഹരണത്തിന് 2000 രൂപ. അങ്ങനെ വർഷങ്ങളോളം നമ്മൾ ഓരോ മാസവും 2000 രൂപ വെച്ച് നിക്ഷേപിക്കുന്നു. അത് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ തുകയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നു. അതിന് പകരം നമ്മൾ ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലംസം എമൗണ്ട്, ഒരു നല്ലൊരു എമൗണ്ട് നമ്മൾ ആ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട പെൻഷൻ ഞാൻ ഉദ്ദേശിച്ചേ ഉള്ളൂ, നമുക്ക് വേണ്ട തുക ഓരോ മാസവും നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ കുറേ വർഷങ്ങളോളം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ മാസം ഒരു 10,000 രൂപ നമ്മളൊരു 65 ലക്ഷം രൂപ ഒരു SWPയിൽ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. നമ്മൾ ഒരു 10,000 രൂപ വിഡ്രോ ചെയ്യുന്നു. ബാക്കി തുക ആ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി തുക വളരുന്നുണ്ട്. നമ്മൾ ഓരോ മാസവും ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന തുക സ്റ്റോക്ക് മാർക്കറ്റിൽ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് ആ തുകയും വളരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം ഒരു സൈഡിൽ വളരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ SWPയെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ 3 എക്സാമ്പിൾ പറഞ്ഞു തരാം. അതിനകത്ത് ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് SBI സ്മോൾ ക്യാപ് ഫണ്ടാണ്. നമ്മുടെ SBI ബാങ്കിൻ്റെ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഇത് 2009 ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ SBI സ്മോൾ ക്യാപ് ഫണ്ടിൽ ഒരു വ്യക്തി 65 ലക്ഷം രൂപ നിക്ഷേപിച്ചെന്ന് കരുതുക. അതിനുശേഷം അയാൾ ഓരോ മാസവും 1 ലക്ഷം രൂപ വീതം വിഡ്രോ ചെയ്യുന്നു. അതായത് 1 ലക്ഷം രൂപ പെൻഷൻ പോലെ വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ 10 വർഷത്തേക്ക് വിഡ്രോ ചെയ്തെന്ന് കരുതുക. അപ്പോൾ ഒരു വർഷം വിഡ്രോ ചെയ്യുന്ന തുക 12 ലക്ഷം. 10 വർഷം കൊണ്ട് അദ്ദേഹം വിഡ്രോ ചെയ്ത തുക 1,20,00,000 രൂപ. ഇപ്പോൾ നമ്മൾ 65 ലക്ഷം രൂപയാണ് ഈ SBI സ്മോൾ ക്യാപ് ഫണ്ടിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നിക്ഷേപിച്ചത്. നമ്മൾ മാസം തോറും 1 ലക്ഷം രൂപ വെച്ച് 12 മാസം വിഡ്രോ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 12 ലക്ഷം രൂപയായി. അങ്ങനെ 10 വർഷം വിഡ്രോ ചെയ്തപ്പോൾ 1,20,00,000 രൂപയായി. അപ്പോൾ 65 ലക്ഷം രൂപ നിക്ഷേപിച്ചു, 1,20,00,000 രൂപ വിഡ്രോ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ആ ഫണ്ടിൽ അവശേഷിച്ച തുക എന്ന് പറയുന്നത് 1,20,00,000 രൂപയാണ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെയാണ് കോമ്പൗണ്ടിങ് എന്ന വാക്കിൻ്റെ പ്രസക്തി. ഐസക് ന്യൂട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്ന ഒരു SW പ്ലാൻ ആയിരുന്നു SBIയുടെ സ്മോൾ ക്യാപ് ഫണ്ട്. ഈ ഫണ്ട് എങ്ങനെ എടുക്കാമെന്നൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും ഒരു ബ്രോക്കറേജ് ഹൗസിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലുള്ള ഫണ്ടിനകത്ത് നമുക്ക് റിട്ടയർമെൻറ്റിന് കിട്ടുന്ന ആ വലിയൊരു തുക നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഞാൻ 65 ലക്ഷം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 10 ലക്ഷം നിക്ഷേപിക്കാം, 5 ലക്ഷം നിക്ഷേപിക്കാം, 20 ലക്ഷം നിക്ഷേപിക്കാം. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ആനുപാതികമായിട്ട് കിട്ടുന്ന തുകയും മാസം കിട്ടുന്ന തുകയും കുറയുന്നതായിരിക്കും.
അപ്പോൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പോ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഈ ഫണ്ട് എൻ്റെ ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 65 ലക്ഷം രൂപയാണ് ഒരാൾ നിക്ഷേപിച്ചതെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം രൂപ മാസം തോറും വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 10 വർഷം കൊണ്ട് 1,20,00,000 രൂപ വിഡ്രോ ചെയ്യുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് അവശേഷിക്കുന്ന തുകയെന്ന് പറയുന്നത് 56 ലക്ഷം രൂപയാണ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു തുക തന്നെയാണ്. നമ്മൾ 1,20,00,000 രൂപ വിഡ്രോ ചെയ്തു, അവശേഷിക്കുന്നത് 56 ലക്ഷം രൂപയാണ്. ഇനി മൂന്നാമതൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് DSP ബ്ലാക്ക് റോക്കിൻ്റെ സ്മോൾ ക്യാപ് ഫണ്ടാണ്. അതും അതിൻ്റെയും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ ഫണ്ട് തുടങ്ങിയ കാലത്ത് 65 ലക്ഷം രൂപ ഒരാൾ നിക്ഷേപിച്ചെന്ന് കരുതുക. മാസം തോറും 1 ലക്ഷം രൂപ വെച്ച് 10 വർഷത്തേക്ക് 1,20,00,000 രൂപ വിഡ്രോ ചെയ്യുന്നു. അവിടെ എന്നിരുന്നാലും അവിടെ അവശേഷിക്കുന്ന തുക 48 ലക്ഷം രൂപയാണ്. അപ്പോൾ പെൻഷനില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റും റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെൻഷൻ തുല്യമായൊരു തുക മാസം തോറും ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ 3 ഫണ്ടിൻ്റെ കേസിലും റിട്ടേൺ എന്ന് പറയുന്നത് 20% മുകളിലായിരുന്നു. 20% മുകളിൽ റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ഫണ്ടൊക്കെ തുടങ്ങിയത് 2012 മുമ്പിലാണ്. 2008 ഒരു ഓഹരി വിപണിയിൽ ഒരു വൻ ക്രാഷ് നടന്നു. അതിനുശേഷം 2010 ഒരു മന്ദഗതിയിലാണ്. അതിനുശേഷം ഒരു 10 വർഷം, ഒരു 2014 തൊട്ട് ഓഹരി വിപണി കുതിച്ചു കയറിയായിരുന്നു. ആ ഓഹരി വിപണിയുടെ കുതിപ്പും ഇത്രയൊരു റിട്ടേൺ കിട്ടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ 2024 സെൻസെക്സ് ഏകദേശം 75 മുകളിൽ നിൽക്കുകയാണ്. ഇനി അടുത്തൊരു 10 വർഷത്തേക്ക് ഇതേപോലെ റിട്ടേൺ കിട്ടുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു FDയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ഒരു ബോണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ഒരു LICയുടെയോ അല്ലെങ്കിൽ SBIയുടെയോ ഒക്കെ ഒരു പെൻഷൻ പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനേക്കാളും ഒക്കെ വളരെ വളരെ മികച്ച റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാൻ തന്നെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ബ്രോക്കറേജ് ഹൗസിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ SW പ്ലാൻ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള നിരവധി ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ജിയോയിത്ത്, മോട്ടില ഓസ്വാൾ, ഈദൽ വൈസ്, കാർണി, അങ്ങനെ ഒരുപാട് ബ്രോക്കറേജ് ഹൗസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഫണ്ടിനകത്ത് നമുക്ക് SWP ആയിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് കിട്ടുന്ന തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ 65 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് വേണമെങ്കിൽ 10 ലക്ഷം ഇടാം, 20 ലക്ഷം ഇടാം. തീർച്ചയായിട്ടും നമുക്കൊരു 50 ലക്ഷം രൂപയാണ് റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്നതെങ്കിൽ നമുക്ക് 25 ലക്ഷം രൂപ മക്കളുടെ വിവാഹത്തിനും അല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിനും അല്ലെങ്കിൽ അപ്പോൾ 25 ലക്ഷം രൂപ വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്തായാലും ഒരു 12% മേലുള്ള റിട്ടേൺ SW പ്ലാനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നിക്ഷേപിച്ച് പെൻഷൻ പോലൊരു തുക നേടാനുള്ള ഏറ്റവും മികച്ചൊരു പ്ലാൻ തന്നെയാണ് ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. വേറെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസാണ്. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വൻകിട ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ ഓഫർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ജിയോയിത്ത്, മോട്ടില ഓസ്വാൾ തുടങ്ങി ഈദൽ വൈസ് തുടങ്ങിയ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നിക്ഷേപം 50 ലക്ഷമാണ്. 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിൽ നിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ. അവിടെയും റിട്ടേൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 15% മുകളിലാണ്. പക്ഷേ അവിടെ കമ്മീഷൻ കൊടുക്കണം, ബ്രോക്കറേജ് സ്ഥാപനത്തിന് കമ്മീഷൻ കൊടുക്കണം. പിന്നെ ഉള്ളത് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറയുന്നതാണ്. അത് ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ്. അതിനു വേണ്ടി ഇപ്പോൾ RBI കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനേക്കാളും ഒക്കെ ഏറ്റവും മികച്ചതും ഏറ്റവും സേഫായിട്ടുള്ളതും ഏറ്റവും ഗ്യാരണ്ടീഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം ഗ്യാരണ്ടീഡ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും പെൻഷൻ ഇല്ലാത്തവർക്ക് കിട്ടുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഒരു ഭാഗം വിനിയോഗിച്ച് ഏറ്റവും നന്നായിട്ട് ഇൻകം നേടാനുള്ള ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. താങ്ക് യു.